ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. പുതിയ ഉയരങ്ങൾ കീഴടക്കി ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 1245 പോയിന്റ് ഉയർന്ന് 73,745-ലും നിഫ്റ്റി 386 പോയിന്റ് ഉയർന്ന് 22,339-ലും വ്യാപാരം അവസാനിപ്പിച്ചു. മെറ്റൽ, പബ്ലിക് സെക്ടർ ബാങ്ക് ഓഹരികളിൽ മികച്ച തിളക്കം. പിന്തുണയായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ അതിവേഗ വളർച്ച. പേയ്മെന്റ് ബാങ്കുമായുള്ള ഇന്റർ കമ്പനി കരാറുകൾ അവസാനിപ്പിച്ച് പേടിഎം. നടപടി പേടിഎം വാലറ്റിലേക്കും ബാങ്കിലേക്കുമുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിലക്കിയതിനെ തുടർന്ന് പുതിയ ബാങ്കുമായി സഹകരിക്കാൻ ആലോചന. HDFC, ആക്സിസ്, SBI എന്നീ ബാങ്കുകളുമായി ചർച്ചകൾ നടത്തി പേടിഎം. പിൻവലിച്ച 2000 രൂപ നോട്ടുകളിൽ 97% തിരിച്ചെത്തിയെന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പ്രചാരത്തിലുള്ള നോട്ടുകളുടെ ആകെ മൂല്യം 8,470 കോടി രൂപയായി കുറഞ്ഞു. 2000 രൂപയുടെ കറൻസി വിപണിയിൽ തിരികെ എത്തിക്കാനുള്ള സാധ്യതകൾക്ക് മങ്ങൽ. ഇന്ത്യയുടെ ടെലികോം മേഖലയ്ക്കായി പുത്തൻ പദ്ധതികൾ. ആഗോള ടെക് ഭീമനായ ക്വാൾകോമുമായി C-ഡോട്ട് കരാർ ഒപ്പിട്ടു. കരാർ ടെലികോം ഉൽപ്പന്നങ്ങളുടെ വാണിജ്യവൽക്കരണവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി 39,125 കോടി രൂപയുടെ കരാറുകളിൽ ഒപ്പുവെച്ച് പ്രതിരോധ മന്ത്രാലയം. പ്രതിരോധത്തിലെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിനും തദ്ദേശീയരുടെ കഴിവുകൾക്കും ഉത്തേജനം നൽകും. MiG-29 വിമാനങ്ങൾക്കായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി കരാർ. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. പ്രതീക്ഷിച്ചതിലും മികച്ച GDP കണക്കുകൾക്ക് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് പുതിയ ഉയരങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്. വിപണിയിൽ ഇന്ന് ശക്തമായ വാങ്ങലുകളാണ് നടന്നത്. മെറ്റലും പൊതുമേഖലാ ബാങ്കുകളുമാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഓഹരികൾ. ഏകദേശം 3% നേട്ടമാണ് മെറ്റൽ മേഖലകളിൽ മാത്രമുണ്ടായത്. PSE ബെഞ്ച്മാർക്കിൽ ടാറ്റ സ്റ്റീലാണ് ഏറ്റവും കൂടുതൽ നേട്ടം നേടിയതെന്ന് തന്നെ പറയാം. ഏകദേശം 7% വളർച്ചയാണ് ടാറ്റ സ്റ്റീലിന്റെ ഓഹരികൾക്കുണ്ടായത്. ഇനി സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിയായ നിഫ്റ്റി ഇന്ന് ഒരു ഓൾ ടൈം അല്ലെങ്കിൽ എവർ ടൈം റെക്കോർഡ് കീഴടക്കിയെന്ന് പറയാം. 22,300 എന്ന ഒരു പോയിന്റ് കീഴടക്കി 22,338 എന്ന പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 355 പോയിന്റ് ഉണർവിൽ 22,338 എന്ന പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് 22,353 എന്ന പോയിന്റ് വരെയാണ് ഇന്ന് നിഫ്റ്റി 50യിൽ വ്യാപാരം നടന്നിരുന്നത്. അതിനുശേഷം ആണ് 22,338 എന്ന പോയിന്റിലാണ് ഇന്ന് നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് സൂചികളിലേക്ക് വരികയാണെങ്കിലും 1,166 പോയിന്റ് ഉണർവിൽ 47,286 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കുകളിലും ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഏകദേശം 2.5% നേട്ടം ഇന്ന് ബാങ്ക് ഓഹരികളിലും ഉണ്ടായെന്ന് തന്നെ പറയാം. പബ്ലിക് സെക്ടർ ബാങ്കുകളുടെയൊക്കെ ഒരു വലിയൊരു പിന്തുണ, ഒരു ഉറച്ച പിന്തുണ ഇന്ന് വിപണിക്കുണ്ടായി. ഇനി ഫിനാൻഷ്യൽ സർവീസ് ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ 434 പോയിന്റ് നേട്ടത്തിൽ 20,842 പോയിന്റോടെയാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും വലിയൊരു റെക്കോർഡ് നേട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1,245 പോയിന്റ് നേട്ടത്തിൽ 73,745-ലാണ് ഇന്ന് സെൻസെക്സിലും വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ത്രൈമാസ പ്രകടന കണക്കുകളുടെ GDP ഡേറ്റ പുറത്തു വന്നതിന് പിന്നാലെ വലിയൊരു പിന്തുണ, GDPയുടെ ഒരു വലിയൊരു പിന്തുണ തന്നെ ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഉണ്ടായെന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ ഫെഡറൽ റിസർവ് അവരുടെ പലിശ നിരക്കുകളൊക്കെ തന്നെ കുറച്ചേക്കുമെന്ന പ്രതീക്ഷയും ഇന്ന് ഓഹരി വിപണിയെ ഒരു അനുകൂലമായി ബാധിച്ചു എന്ന് തന്നെ പറയാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. TPFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള പോൾ തോമസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. ഇന്നത്തെ നമ്മുടെ ചോദ്യം നമ്മുടെ സെഗ്മെന്റിൽ നിന്നാണ്. വിപണി അറിയാം കാശും നേടാം എന്ന സെഗ്മെന്റിൽ നിന്ന് തെരഞ്ഞെടുത്ത ഈ ആഴ്ചയിലെ ചോദ്യം ശ്രീവത്സൻ സിയുടേതാണ്. ചോദ്യം ഇതാണ്: IPO ഷെയറുകൾ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ഇന്നത്തെ വിപണിയുടെ ഒരു ട്രെൻഡ് എങ്ങനെയായിരുന്നു? ഗുഡ് ഈവനിങ് സൂര്യ. ഇന്ന് മാർക്കറ്റിന്റെ ട്രെൻഡിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ട്രെൻഡ് ഒരു അപ്വാർഡ് ട്രെൻഡ് തന്നെയായിരുന്നു. മാർക്കറ്റ് ഹൈയുടെ അടുത്താണ് ക്ലോസ് ചെയ്തത്. മാർക്കറ്റിലെ തുടക്കം തൊട്ട് തന്നെ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് 100 പോയിന്റ് നിഫ്റ്റി മുകളിലാണ് ഓപ്പൺ ചെയ്തത്. അവിടെ തൊട്ട് തന്നെ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കയറുന്ന ഒരു അനുഭവമാണ് ഇന്നുണ്ടായത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിന്റെ മൂവ്മെൻ്റാണ് ഇന്നുണ്ടായത്. ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ IPO എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു ധാരണയുണ്ട്, റിസ്ക് കുറഞ്ഞ ഒരു കാര്യമാണ് IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല. IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ റിസ്ക്. അതിൻ്റെ കാരണം തന്നെ ഒരു IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആരാണ് അതിൻ്റെ പ്രൊമോട്ടർ. ആ പ്രൊമോട്ടറുടെ ബാക്ക്ഗ്രൗണ്ടുകൾ പലപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് അറിയണം എന്നില്ല.
കാരണം പലപ്പോഴും പുതിയ പ്രൊമോട്ടേഴ്സിൻ്റെ പുതിയ കമ്പനികളൊക്കെ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇൻഡസ്ട്രിയിലാണ് അത് വരുന്നത്, ആ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ എന്താണ്. അതുപോലെ ഈ കമ്പനിക്ക് മറ്റ് അതേ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു അഡീഷണൽ ഇവർക്ക് മാത്രമായിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ശ്രദ്ധിച്ചാലും പലപ്പോഴും ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ താഴെ ഒരു ഉത്തമ ഉദാഹരണമാണ് LIC അറിയാത്ത ആരും ഇന്ത്യയിലില്ല. എന്നിരുന്നാലും പോലും ഏകദേശം 950 ഇഷ്യൂ നടത്തിയ LIC 530 വരെ പോയിട്ട് ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് അവൻ്റെ ഇഷ്യൂ പ്രൈസിൻ്റെ മുകളിലേക്ക് വരാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക് ഇഷ്യൂവിൽ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല ഏറ്റവും റിസ്ക് ഉള്ള ഒരു കാര്യം കൂടിയാണ് എന്ന് ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കണം. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. നമ്മുടെ പ്രേക്ഷകനായ ശ്രീവത്സൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മുടെ അതിഥി നൽകിയത്. ഏതായാലും നിക്ഷേപകരൊക്കെ തന്നെയും വലിയ ആത്മവിശ്വാസത്തിലാണ് വിപണിയിൽ. കൂടുതൽ വിപണി വാർത്തകളുമായി മാർക്കറ്റ് വ്യൂവിൽ ഇനി തിങ്കളാഴ്ച കാണാം.